ഇത് ഞാൻ ചെറുതായിട്ടൊരു എമർജൻസിക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി എണ്ണ കാച്ചിയ എണ്ണ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് നമ്മൾ ഭയങ്കര ഡീറ്റെയിലായിട്ട് എനിക്കിഷ്ടമാണ് ഈ കഞ്ഞുണ്ണി അങ്ങനെയുള്ള സംഗതികളൊക്കെ എടുത്ത് എണ്ണ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴൊക്കെ സംഗതി നടക്കാറില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ നോക്കുമ്പോൾ കുട്ടികളുടെ തലയിലൊക്കെ ഇച്ചിരി താരനും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബേസിക് സംഗതികളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഒരു വൺ ടൈം യൂസ്, അല്ലെങ്കിൽ 2 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്ര ക്വാണ്ടിറ്റി എണ്ണ മാത്രം എടുത്തിട്ട് കുറച്ച്, അതാകുമ്പോൾ നടക്കും. കുറച്ച് വേപ്പില, ഒരു 2 കതിര് വേപ്പില, ഒരു 3 ചുവന്നുള്ളി, 2 നെല്ലിക്ക. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ ഹെയറിന് വേണ്ട ഒരു ബേസിക് സപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് 3 എടുത്ത് ചതച്ച്, മിക്സിയൊക്കെ എടുത്ത് നമ്മൾ കുറേ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മിക്സിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതൊന്നുമില്ല, നമുക്ക് വെറുതെ ചതച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഈ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഓയിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു 200-220 ml ഏകദേശം ഓയിലെടുത്ത് ഈ 3 ഇൻഗ്രീഡിയൻസും അതിലിട്ട് ഒന്ന് കാച്ചിയെടുക്കുക. അപ്പോൾ ഒരു തവണ, അങ്ങനെ ആഴ്ചയിൽ 2 തവണയൊക്കെയാണ് കാച്ചിയ എണ്ണ ഉണ്ടെങ്കിൽ തന്നെ ഉപയോഗിക്കാറുള്ളൂ. കുറച്ച് നാളായിട്ട് കാച്ചിയ എണ്ണ അവിടെ ഉപയോഗിക്കലില്ല. അപ്പോൾ ഇതെനിക്ക് തോന്നി ഇപ്പോൾ അത്യാവശ്യം ഇച്ചിരി തലയ്ക്ക് ഇത് ആവശ്യമാണ് തോന്നി, മുടിക്ക്. അപ്പോൾ അത് ഉണ്ടാക്കിയതാണ്. കുറച്ചേ ഉള്ളൂ, നമുക്ക് 2 തവണ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ 3 കുട്ടികളുടെ തലയിലും 2 തവണയായിട്ട് ഉപയോഗിക്കേണ്ട. അത് അധികമൊന്നും പറ്റണ്ട, നല്ല ന്യൂട്രീഷ്യസ് ഓയിലാണ്.